ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് അവരുടെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഴ്സസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിലൂടെ അവർക്ക് എന്താണ് ബെനിഫിറ്റ്? മാർക്കറ്റിൽ ഇറങ്ങുന്ന ഓരോ പ്രൊഡക്റ്റിനും ഒരു പ്രൊഡക്റ്റ് വാല്യൂ ഉണ്ട്. സോ ആ ഒരു പ്രൊഡക്റ്റ് വാല്യൂ കിട്ടാതെ ആരും ആ ഒരു പ്രൊഡക്റ്റ് എന്തായാലും മാർക്കറ്റിൽ വിൽക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കേസിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് സ്വന്തമായിട്ട് ഒരു ബ്രോക്കർ ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും ആ വരുന്ന കസ്റ്റമേഴ്സിനോട് അവരെന്ന് പറയും, നിങ്ങളുടെ ഫീസ് ഇല്ല, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ബ്രോക്കറിലോട്ട് ഒരു നിശ്ചിത സംഖ്യ ഡെപ്പോസിറ്റ് ചെയ്യണം. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 പ്രോസസ് ആണ്: ലേണിംഗ്, പ്രാക്ടീസ് ആൻഡ് ട്രേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ലേൺ ചെയ്യണം. അത് മാർക്കറ്റിൽ സ്ട്രാറ്റജിയും കാര്യങ്ങളും പഠിക്കുന്ന ഒരു സമയമാണ്. അത് കഴിഞ്ഞിട്ട് 3-4 മാസം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് ഒരു ലൈവ് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ഫണ്ടഡ് അക്കൗണ്ട് മാറാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ നടക്കുന്ന നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അതൊന്ന് പഠിക്കുന്ന സമയത്ത് തന്നെ ഇവർ എന്ത് ചെയ്യും, ഈ ബ്രോക്കറിൽ എമൗണ്ട് ഇട്ടിട്ട് ഇവർ ട്രേഡ് ചെയ്യാൻ പ്രേരിപ്പിക്കും. സ്വാഭാവികമായിട്ടും ബിഗിനർ ട്രേഡേഴ്സ് ആണ്, എൻട്രികൾ എടുക്കുന്ന അളവ് കൂടും. ഓക്കെ, ഒറ്റയ്ക്ക് ട്രേഡ് എടുക്കുമ്പോൾ പറയും വേണ്ട, നമ്മൾ എന്തായിരിക്കും ഓവർ ട്രേഡ് ചെയ്തുകൊണ്ട് നമ്മൾ 1-2 ദിവസത്തിൽ അക്കൗണ്ട് വാഷ് ഔട്ട് ആവും, അല്ലെങ്കിൽ മാക്സിമം 1 മാസം കൊണ്ട് അവരുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആവും. അപ്പോൾ നമ്മൾ ഒരു ബ്രോക്കർ ഏതെല്ലാം രീതിയിൽ ലാഭം ഉണ്ടാക്കുന്ന ഒരു പോഡ്കാസ്റ്റ് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ പ്രോസസ്സിലൂടെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ കസ്റ്റമേഴ്സിൽ നിന്ന് കാശ് മേടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രോക്കർ ത്രൂ കിട്ടുന്ന ഒരു വരുമാനമാണ് ഇവരുടെ ഫീസ്.